അപ്പം ഞാനും ചോദിച്ചു അവന്തിക അങ്ങനെ എന്താ അങ്ങനെ ഒരു ആരോപണം വരുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പം അതെന്തോ ചേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ചേട്ടനെ വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല, ഇങ്ങോട്ട് വിളിച്ച കോളാണ്. അപ്പോൾ അതിനുശേഷം ആ കോള് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനത് വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവന്തിക തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ആ കോള് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്കത് അയച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാനത് കോള് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം സെൻഡ് ഇറ്റ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയക്കുന്നു. സെൻഡ് ഇറ്റ് പ്ലീസ്. അതായത് ഇങ്ങനത്തെ കോൾ വരുന്നതിനെ പറ്റി എനിക്കൊരു ധാരണ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പം വെയിറ്റ് എന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, ക്യാൻ ഐ ആസ്ക് ദം, ഈ വിളിച്ച റിപ്പോർട്ടറോട് എനിക്ക് ചോദിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഓക്കെ ഷുവർ. അപ്പം വാട്ട് ടൈം, കോളിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്, വാട്ട് ടൈം. അന്നേരം പറഞ്ഞു ജസ്റ്റ് നൗ. അപ്പം ഞാൻ വീണ്ടും ചോദിക്കുന്നു, ക്യാൻ ഐ കോൾ ദാറ്റ് റിപ്പോർട്ടർ? യെസ്. എന്നിട്ട് ഇനി ഞാൻ ശബ്ദം കേൾപ്പിക്കാം. ചേട്ടനോട് ആരാണ് പറഞ്ഞത്? ചേട്ടൻ ന്യൂസ് 18 റിപ്പോർട്ടറാന്നല്ലേ പറഞ്ഞ, അപ്പൊ അത് സംസാരിക്കേ. നിങ്ങളിങ്ങനെ എല്ലാം മറച്ചു വെച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഞാൻ കാര്യം പറയാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ എന്നോട് പറഞ്ഞ ആളെ എനിക്ക് ആളുടെ പേര് ഞാൻ ചിലപ്പോ അടുത്ത ഒരു ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പറയാം. പക്ഷെ ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഉള്ളതാണോ ഇല്ലയെന്ന് പറയാ, ഇല്ലെങ്കിലേ വിട്ടേക്കുക. പറഞ്ഞത് നിങ്ങളൊരു ത്രെട്ടനിങ് സിറ്റുവേഷനിലാണ്, നിങ്ങൾ ലൈഫ് ത്രെട്ടനിങ് തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബിക്കോസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വളരെ പ്രയാസകരമായ ഒരു അനുഭവം നേരിട്ടു. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പുറത്ത് പറയാൻ പേടിയുണ്ട്, നിങ്ങൾ ആരോടും പറയാതിരിക്കുകയാണ്. അതിന്റെ ചാറ്റും മറ്റേ ഫോൺ റെക്കോർഡ്സും എല്ലാ സംഭവം നിങ്ങളുടെ കൈക്കാണ്. പക്ഷെ ലൈഫ് ത്രെട്ടൻ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇത് കാര്യം ഇങ്ങനെ മുമ്പോട്ട് പറയാത്തെന്നാണ് പറഞ്ഞത്. അപ്പം അതിനിടയിലാണ്, കാരണം എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സീരിയസ്നെസ് ഇത് ആരൊക്കെ എവിടെ നിന്നൊക്കെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരങ്ങളും ഈ നാട്ടിലുള്ള സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് പേഴ്സണലി അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ. ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല.